അച്ഛൻ്റെ കാര്യം എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ അച്ഛൻ BJPയിലേക്ക് വന്നേനെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും മടുത്തിരുന്നു അച്ഛന് കോൺഗ്രസ്. ഞങ്ങളുടെ ലീഡറെ മോളല്ലേ, ഞങ്ങൾ പാർട്ടിയോ ഒന്നും നോക്കണില്ല, പത്മേച്ചിക്ക് ഒരു വോട്ട് എന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസ്സിലെ തമ്മിലടി തീർക്കാൻ തന്നെ വലിയ പാടാണ്. മുരളിയേട്ടന് എല്ലാ സ്ഥാനങ്ങളും അവർ കൊടുക്കും, എന്നെ അങ്ങ് തട്ടും. എന്നിട്ട് പറയും, ഓ മുരളിയേട്ടന് കൊടുത്തു, ഇനിയിപ്പോൾ എങ്ങനെയാണ് രണ്ടുപേർ കൂടി തരിക. അപ്പം ഞാനിങ്ങനെ തള്ളപ്പെട്ട് പോവുമായിരുന്നു. ഇന്നത്തെ ഇലക്ഷൻ ബസ്സിലെ ആദ്യത്തെ യാത്രക്കാരി തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയാണ്. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല, ശ്രീമതി പത്മജ വേണുഗോപാൽ. പത്മജി കഴിഞ്ഞ തവണ ഇതേ മണ്ഡലത്തിൽ മത്സരിച്ചത് കൈപ്പത്തിയിലായിരുന്നു. ഇത്തവണ മത്സരിക്കുകയാണ്, ഇത്തവണ താമരയിലാണ് മത്സരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്തു? വളരെ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിലെ തമ്മിലടി തീർക്കാൻ തന്നെ വലിയ പാടാണ്. ഇപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ അത് ആ പാരമ്പര്യം അത് അവർ മാറില്ല. പക്ഷെ എനിക്കുള്ളൊരു ഗുണം, എനിക്കൊന്നും അറിയണ്ട, പാർട്ടി പ്രവർത്തകരെല്ലാം നോക്കിക്കോളും. അവർ പറയുന്ന വഴി കൂടെ അങ്ങ് പോയാൽ മതി. അപ്പം നമുക്ക് ടെൻഷനില്ല, സമാധാനമായിട്ട് വന്ന് കിടന്നുറങ്ങാം. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചേച്ചി മത്സരിക്കുമോ ഇല്ലയോ ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നേരത്തെ തന്നെ ഫുൾ തയ്യാറെടുപ്പിലായിരുന്നു അല്ലേ? അല്ല, ഞാനങ്ങനെ ഒരു മത്സരിക്കാനുള്ള ഒരു ഇതിലായിരുന്നില്ല. പക്ഷേ നേതൃത്വം പറഞ്ഞു നിർബന്ധമായിട്ട് മത്സരിക്കണമെന്ന്. കാരണം എനിക്കൊരു 5-6 മാസം മുമ്പ് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു ഞാൻ. പക്ഷേ നേതൃത്വം പറഞ്ഞു നിൽക്കുമോ, നമുക്ക് നോക്കാം, പത്മയ്ക്ക് അറിയുന്നത്. ഞാൻ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ തൃശ്ശൂരേ നിൽക്കുള്ളൂ, എനിക്കിവിടെ എല്ലാവരെയും അറിയാം. അങ്ങനെയാണ് തൃശ്ശൂർക്ക് വന്നത്. തൃശ്ശൂർ ഈ പറഞ്ഞ പോലെ തൃശ്ശൂരിനെ മണ്ണിന് കെ കരുണാകരനെയോ കരുണാകരൻ്റെ മക്കളെയോ ഒന്നും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഒരു NDA സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പരിചയപ്പെടുത്തേണ്ടി വരുന്നുണ്ടോ? ഇല്ല, കാരണം അവരിപ്പോഴും പലരും പറയണത് ഞങ്ങളുടെ ലീഡറെ മോളല്ലേ, ഞങ്ങൾ പാർട്ടിയോ ഒന്നും നോക്കണില്ല, പത്മേച്ചിക്ക് ഒരു വോട്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, NDAയുടെ ആൾക്കാർ മാത്രമല്ല. അതൊരു വലിയ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ കെ മുരളീധരനും മത്സരിക്കുന്നുണ്ട്. മുമ്പും കരുണാകരൻ്റെ മക്കളെ രണ്ടുപേരും മത്സരിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ രണ്ടുപേരും 2 മുന്നണിയിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചും ഇതൊരു വളരെ നിർണായകമായ മത്സരമാണ്. കാരണം അദ്ദേഹത്തിന് ചില തുടർ തോൽവികൾ ഉണ്ടായി. ഇത്തവണ ജയിച്ചേ പറ്റൂ. പത്മജിയെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. പുതിയ മുന്നണി അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലം തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ 2 പേർക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. എങ്ങനെ ഏതെങ്കിലും തരത്തിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്തായാലും പോയി പ്രവർത്തിക്കാൻ പറ്റില്ല, എന്നാലും അല്ല, ഞാൻ അതിലേക്ക്, കാരണം രാഷ്ട്രീയം വ്യക്തിപരമായിട്ടുള്ളത് വേറെയാണ്. ഞാൻ പാർട്ടിയുടെ ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. എന്ന് വെച്ചിട്ട് അദ്ദേഹം തോൽക്കണം എന്നേ ഒരിക്കലും ആഗ്രഹിക്കൂല. അത് എൻ്റെ ചേട്ടൻ എന്നുള്ള നിലയിൽ. ഇവിടെ എന്ന് പറഞ്ഞു സാധ്യതയുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ BJPയുടെ വോട്ടുകൾ ഇത്ര വോട്ടേ ഇവിടെ ഉള്ളൂ. അപ്പം നമ്മൾ അതിൽ കൂടുതൽ വ്യക്തിപരമായിട്ട് കുറച്ച് വോട്ടുകളും കൂടി പിടിച്ചാലേ ഇവിടെ ജയിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ അത്ര BJPയുടെ വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം കോർപ്പറേഷനിൽ 28,000 മറ്റാണ് ഉണ്ടായിരുന്നത്. അത് വെച്ച് നമുക്ക് ഇതാവാൻ പറ്റില്ല. അപ്പം നമ്മൾ നമ്മുടെ പേഴ്സണൽ വോട്ടുകളും കൂടി ചേർന്നാൽ തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അത് ഓൾറെഡി സുരേഷ് ഗോപി തെളിയിച്ചു കഴിഞ്ഞു. പേഴ്സണൽ വോട്ട് ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ വളരെ ചെറിയൊരു വോട്ടിനാണ് തോറ്റുപോയത്. അപ്പോൾ കോൺഗ്രസിനും വോട്ടുണ്ട്, കോൺഗ്രസിന് വോട്ടുണ്ട്, പത്മജിക്ക് വോട്ടുണ്ട്, BJPക്കും വോട്ടുണ്ട്, പേഴ്സണൽ വോട്ടും ഉണ്ട്. ഇതിൽ ഏത് ശക്തി കാണിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. CPIയുടെ ഉറച്ച മണ്ണാണ് തൃശ്ശൂർ താനും. അതെ, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ വോട്ട് എനിക്ക് നല്ലോണം ഉണ്ട്. പിന്നെ കോൺഗ്രസ്സിലുള്ള ആൾക്കാർക്കും എന്തായാലും ചേച്ചീനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തോൽപ്പിച്ചു എന്നൊരു വിഷമമുണ്ട് പലർക്കും. പിന്നെ കോൺഗ്രസിൻ്റെ ഉള്ളിലത്തെ അടി തന്നെയാണ്, അതൊരിക്കലും ഒരു മാറില്ല. പിന്നെ ഇപ്പോൾ വന്ന കാൻഡിഡേറ്റും നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഇവിടെ അറിയാത്തതല്ല, ഇവിടുത്തെ തൃശ്ശൂരെ കോൺഗ്രസ്സുകാരെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഞാനാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അവരോട് ഇഷ്ടമുണ്ട്. ആ ഒരു വോട്ട് പലരും എനിക്ക് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ലീഡറുടെ മണ്ണാണ്, ലീഡർ ജീവിച്ചിരുന്നെങ്കിൽ ഒപ്പം ഉണ്ടായേനെ, അനുഗ്രഹിച്ചേനെ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അച്ഛനൊരിക്കലും ഞങ്ങൾ എന്ത് തീരുമാനിക്കണോ അതിൽ കൈയിടാൻ വരാറില്ല. മക്കൾ തന്നോളം പോയാൽ താന്ന് വിളിക്കണം എന്നാണ് അച്ഛൻ പറയുക. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം വെച്ചാൽ നീ ആ വഴിക്ക് പോക്കോ, നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. കൂടെ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. പണ്ട് പാർട്ടി 2ആയ സമയത്ത് അച്ഛൻ LDF ആയിട്ട് ചേർന്ന് ഒരിക്കലും ചേരില്ല എന്ന് വിചാരിച്ച ആൾക്കാരായിട്ട് അച്ഛൻ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കാര്യം എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ അച്ഛൻ BJPയിലേക്ക് വന്നേനെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും മടുത്തിരുന്നു അച്ഛന് കോൺഗ്രസ്. അതോടുകൂടിയിട്ടാണ് എൻ്റെ മനസ്സിലും കോൺഗ്രസിനോട് ഇത്രയൊരു അകൽച്ച തോന്നി തുടങ്ങിയത്. അച്ഛൻ
പാർട്ടിയോട് കലഹിച്ച് പാർട്ടി വിടുമ്പോഴും അച്ഛനും ചേട്ടനും പാർട്ടി വിട്ടപ്പോഴും പാർട്ടി വിടാതിരുന്ന ആളാണ് പത്മജ വേണുഗോപാൽ. ആ നിലയിലുള്ള ഒരു സ്നേഹം പിന്നീട് പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ദ്രോഹിക്കാനാ നോക്കിയിട്ടില്ല പാർട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ നിന്നാ എന്തായാലും എന്നെ ചവിട്ടി കൂട്ടും, രാഷ്ട്രീയമേ വേണ്ട എന്ന് വെച്ച് പോയാലോ എന്ന് അത്രയും മനസ്സ് മടുത്തു. പിന്നെ വെച്ച് എന്തിനാ അവരോട് തോറ്റ് ഞാൻ മാറണേ, നമുക്കും നമ്മുടേതായിട്ടുള്ളൊരു അങ്ങനെയാണ് ഞാൻ BJP-യിലേക്ക് വന്നത്. സമയം കഴിഞ്ഞു, ഇപ്പൊ BJP-യിൽ വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞു. എപ്പോഴും ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്കായിരിക്കും ഈ മാറ്റം വേദന ഉണ്ടാക്കില്ല. ലീഡറെ സ്നേഹിക്കുന്നവർക്ക്, പത്മജ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരെ സ്നേഹിച്ചവർക്ക്, അവർക്കൊക്കെ അത് ആ വിഷമം മാറി അവരും ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു എന്ന് ആൾക്കാരെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അത് ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള കമൻറ്റുകൾ കേട്ടാൽ മനസ്സിലാവും ആരാ എന്നെ ചീത്ത വിളിക്കണേ എന്നുള്ളത്. പക്ഷെ അത് കോൺഗ്രസ്സുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു വിഭാഗം ആൾക്കാർ, അത് ആരെങ്കിലും ആൾക്കാരാണോ, അവർ ചെയ്യിക്കണാണോ എന്താ, ഞാൻ അതുകൊണ്ട് കമൻസ് ഇപ്പോൾ നോക്കാറില്ല. വെറുതെ എന്തിനാ മനസ്സമാനം കളയണേ. അപ്പോൾ ആ രീതിയിലുള്ള ചീത്തവിളിയാണ് എൻ്റെ. പക്ഷെ ഇപ്പോൾ വളരെ കുറഞ്ഞുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്നല്ല അർത്ഥം. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഭരണ തുടർച്ച ഉണ്ടാവോ അതോ ഒരു മാറ്റം ഉണ്ടാവോ, NDA എത്ര സീറ്റ് പിടിക്കും എന്നുള്ളതൊക്കെയാണ് പ്രധാന ചർച്ചകൾ. ഇപ്പൊ തൃശ്ശൂർ സജീവമായിട്ട് നിൽക്കുമ്പോഴും സംസ്ഥാന രാഷ്ട്രീയം ശ്രദ്ധിക്കാതിരിക്കില്ലല്ലോ. എന്താണ് ചേച്ചിയുടെ ഒരു വിലയിരുത്തൽ ഇത്തവണ? ഞാൻ സത്യം പറഞ്ഞാൽ അതിലേക്ക് കടന്നിട്ടില്ല. ഇപ്രാവശ്യം ജനങ്ങളുടെ മനസ്സ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണില്ല. റിസൾട്ട് വന്നിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. മറ്റേ നമ്മളറിയാം ഇത്ര സീറ്റ് പിടിക്കും അല്ലെങ്കിൽ ഇത്ര സീറ്റ്, അത് ഇപ്രാവശ്യം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണേ ഇല്ല. പുതിയ രാഷ്ട്രീയ തീരുമാനമെടുത്ത് NDAയുടെ കൂടെ വന്നു. കുടുംബ ബന്ധങ്ങളെ അത് ബാധിച്ചിട്ടുണ്ട്. എത്രയായാലും കുടുംബം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കുടുംബ ബന്ധങ്ങളെ ബാധിച്ചിട്ടുണ്ടോ പാർട്ടി മാറ്റം? എന്റെ സഹോദരനെ പറ്റിയല്ലേ മൊത്തത്തിൽ എല്ലാവരും, ആൾക്ക് മാത്രമല്ലേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആള് പണ്ടും എന്നോട് ഇങ്ങനെ തന്നെയായിരുന്നു. എന്താ പറയാ, അതിൽ നിൽക്കുമ്പോൾ എന്ത് പോസ്റ്റ് വന്നാലും ഞങ്ങളെ തമ്മിൽ തല്ലുപിടിക്കാൻ വേണ്ടി പാർട്ടി എന്ത് ചോദിച്ചാൽ ഒരാൾക്ക് കൊടുക്കും. പറയും ഒരാൾക്ക് തന്നില്ലേ മറ്റാൾക്ക്. അപ്പോൾ ചേട്ടൻ പൊതുവെ അവരെന്ത് പറഞ്ഞാലും അതിനനുസരിച്ച്, ഞാൻ അങ്ങനെയല്ല, എനിക്ക് സ്വന്തമായ അഭിപ്രായമുള്ള ആളാണ്. അപ്പം ഞാൻ അവരുടെ തെറ്റുകൾ ഞാൻ ഉള്ളിൽ നിന്ന് പറയുള്ളൂ, പുറത്ത് പറയാറില്ല. അപ്പോൾ അവർക്ക് അറിയാം എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന്. അപ്പം മുരളിയേട്ടന് എല്ലാ സാധനങ്ങളും അവർ കൊടുക്കും, എന്നെ അങ്ങ് തട്ടും. എന്നിട്ട് പറയും മുരളിയേട്ടന് കൊടുത്തു, ഇനിയിപ്പോൾ എങ്ങനെയാണ് 2 പേർ കൂടി തരിക. അപ്പം ഞാനിങ്ങനെ തള്ളപ്പെട്ട് പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ സ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, എനിക്കൊരു മനസ്സമാനമായിട്ട് ജോലി ചെയ്യാനും കൂടിയാണ് ഞാൻ അതിലേക്ക് വന്നത്. അതെനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഒരു വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ഒരിക്കലും അംഗീകരിച്ചില്ല എന്നാണോ പറയുന്നത്? ഒരുപാട് തവണ മത്സരിക്കുകയൊക്കെ ചെയ്തതല്ലേ? അവർ മത്സരിക്കാൻ സീറ്റ് തരുന്നിട്ട് തോപ്പിക്കും. അത് എന്നെ മാത്രമല്ല, പൊതുവെ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ് അതാണ്. ഇപ്പോൾ ബിന്ദുകൃഷ്ണ 4-ാമത്തെയോ 5-ാമത്തെയോ നിൽക്കുന്നത്. ഒരു പ്രാവശ്യം മാത്രമാണ് ഷാനിമോള് ജയിച്ചത്. ലതിക സുഭാഷിനെ അച്യുതാനന്ദനെതിരെ കൊണ്ടിട്ടു. എന്ത് വേറെ ആണുങ്ങൾക്കാർക്കും ധൈര്യം വന്നില്ലേ അവിടെ പോയി മത്സരിക്കാൻ? അപ്പം അതെന്തായാലും ജയിക്കില്ല. അപ്പോൾ കൊടുത്തു എന്ന് പേരുമായി, അതാണ് അവരുടെ രീതി. കൊടുത്തു എന്നുള്ള പേരും, എന്നാൽ നമുക്ക് എതിരെ അവർ തന്നെയാണ് നമ്മളെ തോൽപ്പിക്കാൻ നിൽക്കുക. അത് സ്ത്രീകളോട് മാത്രമാണ്. ഇപ്പോൾ K. മുരളീധരന്റെ കാര്യത്തിൽ അദ്ദേഹം 4 നൂറ്റാണ്ട് മുമ്പ് KPC പ്രസിഡന്റ് ആയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഇത്തവണ വട്ടിയൂർക്കാവിലാണ് മത്സരിക്കുന്നത്. അതൊരു സിറ്റിംഗ് സീറ്റ് അല്ല. സിറ്റിംഗ് സീറ്റല്ല. കോൺഗ്രസ് 1ാം സ്ഥാനത്തുള്ള മണ്ഡലമല്ല. കഴിഞ്ഞ തവണ നേമത്ത് മത്സരിച്ചു, അവിടെ പരാജയപ്പെട്ടു. തൃശ്ശൂർ ലോക്സഭയിലേക്ക് മത്സരിച്ചു, പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നീതി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നീതി കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിനും പ്രശ്നം തന്നെയാണ് അവിടെ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം ഉറപ്പായിട്ട് ജയിക്കും എന്നുള്ള വേറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഞാനത് പലരും വഴിയും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. പക്ഷെ ആൾക്ക് തന്നെ വേണം. അദ്ദേഹത്തിന്റെ താല്പര്യമായിരുന്നല്ലോ വട്ടിയൂർക്കാവ് തന്നെ വേണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുകയും ചെയ്തു. ആള് പറയണത് എനിക്ക് അറിയുന്ന സ്ഥലത്ത് പോയാൽ പോരെ, എന്തിനാ അറിയാത്ത സ്ഥലത്ത് പോയി നിന്ന് വെറുതെ എന്നാണ് ആളുടെ ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇപ്പോഴും? കാണുമ്പോൾ സംസാരിക്കും, അല്ലാണ്ട് രാഷ്ട്രീയമൊന്നും ഞാൻ പറയാറില്ല. എന്തായാലും രാഷ്ട്രീയത്തിനും വ്യക്തിബന്ധങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് സാധാരണക്കാരെ സംബന്ധിച്ച് കരുണാകരൻ്റെ 2 മക്കളാണ് പത്മജയും മുരളീധരനും. ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അല്ലേ? കേരളത്തിനാകെ ഏറ്റവും പ്രിയപ്പെട്ട 2 പേരാണ്. അപ്പോൾ രാഷ്ട്രീയം എന്തായാലും ശരി, 2 പേരും ജയിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു എന്താ പറയുക വിയേർഡായ കോമ്പിനേഷൻ ആണെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്ന അതിനുള്ള പ്രതിഫലം ഉണ്ടാവട്ടെ, മികച്ച ഒരു വിജയം തന്നെ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.